തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി ഏതാനും ആഴ്ചകൾ മാത്രം. സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കളുടെയും രാഷ്ട്രീയ ജാതകം തിരുത്തിയെഴുതാൻ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി കാരണമാകും. കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ നിർണ്ണയിക്കുന്ന ജനവിധി പ്രധാന രാഷ്ട്രീയ നേതാക്കളുടെയും പാർട്ടികളുടെയും ഉയർച്ചയ്ക്കും തകർച്ചയ്ക്കുമുള്ള സാഹചര്യം കൂടിയായി മാറുകയാണ്. ചരിത്രത്തിൽ ആദ്യമായി തുടർഭരണം നേടിയ പിണറായി വിജയൻ സർക്കാരിന് ഒരു തവണ കൂടി ജനങ്ങൾ അംഗീകാരം നൽകിയാൽ മൂന്നാം മൂഴമെന്ന ചരിത്ര നേട്ടം പിണറായി വിജയൻ കുറിക്കും. എന്നാൽ അത് വി.ഡി. സതീശൻ എന്ന നേതാവിന്റെ രാഷ്ട്രീയ വനവാസം കൂടിയായി മാറും. 10 വർഷമായി അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസും UDF-ഉം ചിഹ്ന ഭിന്നമാകും. അതേസമയം UDF ആണ് അധികാരത്തിലേക്ക് വരുന്നതെങ്കിൽ പിണറായി വിജയൻ എന്ന കരുത്തര നേതാവിന്റെ ഉരുക്കുമുഷ്ടി ദുർബലമാകും. MV ഗോവിന്ദൻ എന്ന CPM സംസ്ഥാന സെക്രട്ടറിക്ക് ഇനിയൊരു ടേം എന്നത് സ്വപ്നം മാത്രമായി മാറും. അധികാരം അട്ടിമറിഞ്ഞാൽ അടുത്ത കാലത്തായി ദുർബലമായ CPM സംഘടനാ ശരീരത്തിൽ അത് മാരകമായ മുറിവിന് കാരണമാകും. കേരളം എന്ന ചുവന്ന തുരുത്ത് നഷ്ടമായാൽ CPM എന്ന ദേശീയ പാർട്ടിക്ക് തീരാ നഷ്ടമാകും. അക്കൗണ്ട് റീഓപ്പൺ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന BJP നേതാവിന് പഴയ തട്ടകമായ കർണാടകയിലേക്ക് മടങ്ങേണ്ടി വരും. അങ്ങനെ നേതാക്കളുടെയും പ്രസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ ജാതകം തിരുത്തി കുറിക്കുന്നതാകും ഇത്തവണത്തെ ഫലം. ഒരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പോലും വലിയ ഗോളിളക്കം സൃഷ്ടിച്ചേക്കാവുന്ന അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചേക്കാവുന്ന ഒരു തിരഞ്ഞെടുപ്പ് കൂടിയാണിത്. ഇപ്പോൾ LDF പരാജയപ്പെടുന്ന ഒരവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസാനത്തെ ഗവൺമെൻറ്, ഒരു സംസ്ഥാന ഗവൺമെൻറ് ഇന്ത്യയിലുള്ളത് കേരളത്തിലാണ്. ആ അവസാനത്തെ ഔട്ട് പോസ്റ്റ് എന്ന് പറയാവുന്ന ഔട്ട് പോസ്റ്റ് ഇൻ പവർ എന്ന് പറയുന്നത് അത് ഇല്ലാതാകുന്നു. UDF-നെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുകയാണെങ്കിൽ കോൺഗ്രസിന് ഇവിടെ മൂന്നാമതും പരാജയം വരികയാണെങ്കിൽ സൗത്ത് ഇന്ത്യയിൽ അവരുടെ സ്ഥിതി വളരെ പരിതാപകരമാകും. എന്ന് മാത്രമല്ല, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുന്ന BJP-യുടെ പ്രഖ്യാപിത നിലപാടിനോട് ഒരാൾ ചുവട് കൂടി അവർ മുന്നോട്ട് പോകും. മുന്നണി സംവിധാനങ്ങളുടെ മാറിമറിയലിനും വേലിച്ചാട്ടത്തിനും കാരണമാകും ഇത്തവണത്തെ ഫലമെന്ന് വ്യക്തമാണ്. പിണറായി വിജയൻ, MV ഗോവിന്ദൻ, KK ശൈലജ, PA മുഹമ്മദ് റിയാസ്, V.D. സതീശൻ, രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ, രാജീവ് ചന്ദ്രശേഖർ, K. സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, V. മുരളീധരൻ തുടങ്ങിയ നേതാക്കൾ മുതൽ സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് വരെ മുൻ തെരഞ്ഞെടുപ്പിന് വ്യത്യസ്തമായി ഈ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമായി മാറുകയാണ്. വരുംകാല രാഷ്ട്രീയ കാലാവസ്ഥയുടെ മുന്നറിയിപ്പാകും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് ഫലം. ആരുടെയൊക്കെ രാഷ്ട്രീയ ജാതകം ജനങ്ങൾ തിരുത്തി കുറിക്കുമെന്ന് കാത്തിരുന്നു കാണാം. ഇനി അതിന് അധികം കാത്തിരിപ്പ് വേണ്ടതാനും. മഹേഷ് ചന്ദ്രൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.